ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഭയങ്കര ഇൻഫർമേഷൻ തരുന്നൊരു വീഡിയോ ആണ്. ഇത്രയും നാൾ നമ്മൾ ചെയ്ത എൻ്റർടൈൻമെൻറ്റും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെന്റിലേറ്ററിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പേഷ്യൻ്റ് വെന്റിലേറ്ററിലാണ്, ICUയിലാണ്, പേഷ്യൻ്റ് വെൻ ഡിപ്പെൻഡൻ്റ് ആണ് കാര്യങ്ങളൊക്കെ. പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ അറിഞ്ഞോളണമെന്നില്ല എന്താണ് വെന്റിലേറ്റർ, എങ്ങനെയാണ് വെന്റിലേറ്റർ ഇരിക്കുന്നത്, എങ്ങനെയാണ് വെന്റിലേറ്ററിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ എങ്ങനെയാണ്, ഞാനിപ്പം ഇപ്പോൾ ജോലിയിലാണ്. അപ്പം ജോലിയിൽ ആക്ച്വലി സ്റ്റോർ റൂമിലാണ്. ഞാനൊരു വെന്റിലേറ്റർ ഒപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷൻ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റാണ്. ഞാൻ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റാണ്. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വെന്റിലേറ്റർ എന്താണെന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പം എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ലല്ലോ. അപ്പം പിന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പം ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താണ് വെന്റിലേറ്ററിലുള്ള ഡിഫറെൻറ്റ് മോഡുകൾ, എങ്ങനെയാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താണ് വെന്റിലേറ്ററിന്. ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ വെന്റിലേറ്റർ കാണാത്തവർക്കായി ഈ കാണുന്ന സംഭവമാണ് വെന്റിലേറ്റർ എന്ന് പറയുന്ന മെഷീൻ. ഇത് നമ്മുടെ സെർവോ ഐ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് കമ്പനി നോക്കി കഴിഞ്ഞാൽ അറിയാം, മൈക്രോയുടെ സെർവോ ഐ എന്ന് പറയുന്ന മോഡലാണ് ഈ കാണുന്ന വെന്റിലേറ്റർ. ഓക്കെ, നാട്ടിലുള്ള പല ഹോസ്പിറ്റലിലും പല മോഡലായിരിക്കാം, പക്ഷേ ഇതാണ് നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിലുള്ള സംഭവങ്ങൾ നോക്കി ഞാൻ എന്തായാലും ഈ മെഷീൻ ഓണാക്കി കാണിച്ചു തരാം. ഇതിൽ ജസ്റ്റ് എല്ലാം ടച്ച് സ്ക്രീനാണ് കേട്ടോ. നമുക്ക് വെന്റിലേറ്റർ ഞാൻ ഇത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് സൈലൻസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മുടെ ലങ്സ് ആണെന്ന് കരുതിക്കും. ഓക്കെ, അതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് നമ്മുടെ വെന്റിലേറ്ററിൽ കാണുന്ന ഡിസ്പ്ലേ. അപ്പോൾ നിങ്ങൾ മൂവീസിലൊക്കെ നമ്മൾ വെന്റിലേറ്ററിൽ അറ്റാച്ച് ചെയ്ത പേഷ്യൻ്റ്, അതായത് നമ്മളിപ്പോൾ മിക്കവാറും എന്താ പറയുക, ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ ആയിരിക്കും നമ്മൾ വെന്റിലേറ്ററിൽ അറ്റാച്ച് ചെയ്ത പേഷ്യൻ്റെയൊക്കെ നമുക്ക് പിന്നെ മൂവീസിലൊക്കെ കാണാൻ പറ്റും. അവർ സാധാരണ ചെയ്തത് ഇങ്ങനത്തെ ഒരു മാസ്ക് എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ മുതൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ വലിയാണ്. ഇങ്ങനെയാണ് നാട്ടിൽ വെന്റിലേറ്ററിൽ ICUയിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്നത്. പക്ഷേ ഈ സംഭവം എന്ന് പറയുന്നത് വെറും ഒരു നെബുലൈസറിൻ്റെ ജസ്റ്റ് മാസ്കും എന്താ പറയുക, ഒരു ജസ്റ്റ് നെബുലൈസർ സാധനമാണ്. ഇതങ്ങനെയല്ല വെന്റിലേറ്റർ. അതുപോലെ തന്നെ ഈ കാണുന്ന സംഭവം, അതായത് ഇങ്ങനെ ഒരു മാസ്ക് വെച്ചിട്ട് നമ്മുടെ ഈ വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു ട്യൂബ് ഈ മാസ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ടായിരിക്കും മിക്കവാറും മൂവീസിലൊക്കെ കാണിക്കുന്നത്. അപ്പം ആ കാണുന്ന സംഭവം ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നെബുലൈസറാണ്. നെബുലൈസറിൻ്റെ എന്താ പറയുക, ഒരു മാസ്കാണ്. ഇങ്ങനെയല്ല ശരിക്കും നമ്മുടെ വെന്റിലേറ്റർ അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ സംഭവം കാണിച്ചു തരാം. വെന്റിലേറ്റർ അറ്റാച്ച് ചെയ്യുന്ന നമ്മുടെ ട്യൂബാണ്. അപ്പം നമുക്ക് വെന്റിലേറ്റർ അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യണം. അപ്പം ഇൻറ്റുബേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ കൂടെ ഒരു ട്യൂബ് ഇറക്കിയിടുക എന്നുള്ളതാണ് ഈ എന്താ പറയുക, ഈ ഇൻറ്റുബേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ട്യൂബ് ഇത്രയും വലിയ നീട്ടത്തിലുള്ള ഈ ട്യൂബാണ് ഈ പറയുന്ന ET ട്യൂബ് എന്ന് പറയുന്നത്. ഇത് സൈസ് 7 ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ സൈസ് അനുസരിച്ച് പല സൈസിലും കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ വാ തുറന്ന് നമ്മൾ ഏകദേശം ഇങ്ങനെ വായിക്കടിയിട്ട് നമ്മുടെ ഏകദേശം ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇൻറ്റുബേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ എന്താ പറയുക. എനിവേ, അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ നമ്മുടെ വായുടെ ഉള്ളിലോടെ ഇട്ടിട്ട് നമ്മുടെ ട്രേക്കിയയിൽ എന്താ പറയുക ചെന്ന് നിൽക്കും. അപ്പം ഇങ്ങനെയാണ് ഇത്. LSIC ഇതിപ്പോൾ ഉള്ളിലാന്ന് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും പുറത്ത് കാണുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ സാധനം നമ്മുടെ ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻ്റ് കിടക്കുക. ഓക്കെ, അപ്പം
അങ്ങനെ രണ്ട് രീതിയിൽ വെന്റിലേറ്റർ അറ്റാച്ച് ചെയ്യാം. ഒന്ന് ET ട്യൂബ് വഴി, പിന്നെ ഒരെണ്ണം ട്രേക്കിയ വഴി. ട്രേക്കിയ എന്ന് വെച്ചാൽ നമ്മുടെ ഈ നെക്കിൻ്റെ ഇവിടെ തുളച്ചിട്ട് ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്, തുളച്ച് ഒരു ട്യൂബ് ഇടും. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ അപ്പർ എയർവേനെ എന്താ പറയുക ബൈപ്പാസ് ചെയ്തിട്ട് ജസ്റ്റ് ട്രേക്കിലൂടെ നമ്മുടെ ലങ്സിലേക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താ ഒരു സർജറിക്ക് പോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി ഇൻറ്റിബേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ട്യൂബ് വഴിയാണ് ഇൻറ്റിബേറ്റ് ചെയ്യുന്നത്. അതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബിൻ്റെ തുമ്പത്തൊരു ബലൂണുണ്ട്. ഈ ബലൂൺ നമ്മൾ എയർ കൊടുത്ത് വീർപ്പിക്കും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ബലൂൺ, അപ്പം നമ്മൾ ഇതിങ്ങനെ ഇൻറ്റുബേറ്റ് ചെയ്തിട്ട് ഈ ബലൂൺ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യും. ഈ ബലൂൺ എന്തിനാണ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രേക്കയിൽ നമ്മളിതിങ്ങനെ എന്താ പറയുക നല്ല കവർ ചെയ്തിരിക്കും. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന എയർ ഒന്നും ഇതീ വഴി നമ്മൾ പുറത്തോടെ വായിലൂടെ എക്സെയിൽ ചെയ്ത് പോകത്തില്ല, ലീക്ക് ചെയ്ത് പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ബലൂൺ കഫ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എസ്റ്റിബേറ്റ് ചെയ്യാൻ നേരത്ത് ഇതിൽ നിന്ന് എയർ എടുക്കും. ബലൂൺ ചുങ്ങിപ്പോകുന്ന ബലൂണിൽ നിന്ന് എയർ എടുത്തിട്ട് നമ്മൾ ഈ ട്യൂബ് പുള്ളി ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഈ ട്യൂബിൽ നിന്ന് മാറ്റുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ വെന്റിലേറ്റർ പേഷ്യൻറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. നമ്മൾ വെന്റിലേറ്ററിൻ്റെ ഇൻസ്പിറ്റോറിയൽ ലിംബ്, എക്സ്പിറ്റോറിയൽ ലിംബ്, അതിപ്പോൾ അതായത് ഇവിടെ ഇതിൽ നിന്നാണ് എയർ വരുന്നത്. കണ്ടോ, സ്റ്റോറി ഇതിൽ കൂടെ എയർ വന്നിട്ട് ഇവിടെ വന്ന് ആ എയർ ജോയിൻ ചെയ്തും എക്സ്പിറ്റോറി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ എയർ വലിച്ചിട്ട് തിരിച്ച് ഇതിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ പറയുന്നത് വൈ പീസ് എന്നാണ്. അപ്പോൾ ഈ വൈ പീസിൽ വന്നിട്ട് നമ്മുടെ എന്താ പറയുക ഇതിന് ET ട്യൂബ് എന്ന് പറയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ET ട്യൂബ് വഴി ആണ് പേഷ്യൻറ്റിലേക്ക് കിട്ടുന്നത്. അപ്പം ഇത് നമ്മൾ ഇൻറ്റിബേറ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഇതിനകത്ത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ അത് മാർക്കിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 24 to 21 to 24 ഈ റേഞ്ചിലായിരിക്കും. നമ്മുടെ അറ്റ് ദ ലിപ്പിലാണ് നമ്മൾ ടേപ്പ് വെച്ച് ഇതിൽ ഒട്ടിക്കുന്ന ടേപ്പ് വെച്ച് നമ്മുടെ മുഖത്തെ ഒട്ടിച്ച് വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഹോൾഡറുണ്ട്, ഹോളിസ്റ്റർ എന്നൊക്കെ പറയുന്ന ഹോൾഡറുണ്ട്. ആ ഹോൾഡർ വഴി നമ്മളിത് നമ്മുടെ ഫേസിൽ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങൾ എന്താ പറയുക യൂണിറ്റിൽ കൊണ്ടുപോയിട്ട് ഈ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ വെൻറ്റ് ഇൻറ്റുബേറ്റഡ് ശരിക്കും ഒരു പേഷ്യൻറ്റിൽ കണക്ട് ചെയ്തേക്കെന്ന് കാണിക്കാൻ. പക്ഷേ നിവൃത്തിയില്ല മക്കളെ. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും ഈ പറഞ്ഞ മാതിരി ഒരു മാസ്ക് വെച്ചിട്ടോ ഒന്നുമല്ല പേഷ്യൻറ്റിനെ വെൻറ്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ വെൻറ്റിലേറ്ററിലെ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വെന്റിലേറ്ററുള്ള സെറ്റിങ്സുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പല മോഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ടുള്ളൊരു മോഡ് എടുക്കാം. നമുക്ക് വോളിയം കൺട്രോൾ എന്ന് പറയുന്നൊരു മോഡാണ്. ഓക്കെ, അപ്പം ഈ മോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെന്റിലേറ്ററാണ് മൊത്തം ടേക്ക് കെയർ ചെയ്യുന്നത്. അതായത് പേഷ്യൻ്റ് സെഡേറ്റ് ചെയ്ത് കിടക്കുമായിരിക്കും. പേഷ്യൻ്റ് ഒന്നും ഒരു ബ്രത്ത് പോലും എടുക്കുന്നില്ല. അപ്പോൾ മെഷീനാണ് ഫുള്ള് ഈ മോഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സർജറിക്ക് പോകുമ്പോൾ ഈ മോഡായിരിക്കും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആക്സിഡൻറ്റ് പറ്റി വരുവാണെങ്കിൽ ഈ മോഡിലായിരിക്കും നമ്മൾ കിടക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 21 കാണിക്കുന്നത് അത് 21% ഓക്സിജനാണ്. അപ്പോൾ നമുക്ക് എന്തോരം ഓക്സിജൻ വേണം എന്നുള്ളതാണ് 21 ആണ് മിനിമം. നമ്മുടെ എയറിൽ ഉള്ള ഓക്സിജൻ 21% ഓക്സിജനാണ് നമ്മുടെ എയറിലുള്ളത്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് കിട്ടുന്നത് എയറിൽ നിന്ന് കിട്ടുന്ന ഓക്സിജന് മൊത്തം 100% ഓക്സിജനാണ്. അങ്ങനെയല്ല, 21% മാത്രമാണ് നമുക്ക് എയറിൽ ഓക്സിജനുള്ളൂ. ബാക്കിയുള്ളത് 78% നൈട്രജനും പിന്നെ ആഴ്ഗണും പിന്നെ അതർ ഗ്യാസസുമാണ് നമുക്ക് കിട്ടുന്ന എയറിലുള്ളത്. അപ്പം 21% ഓക്സിജൻ, അത് നമുക്ക് 100% വരെ ഓക്സിജൻ ആക്കാൻ പറ്റും. അത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് നമ്മൾ വയ്ക്കും. ഓക്കെ, അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത് പീപ്പ് എന്ന് പറയുന്നത്. പീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് എക്സ്പെക്ടോറി പ്രഷർ എന്ന് പറയും. അതായത്
നമ്മുടെ പേഷ്യൻ്റ്, അതായത് മൊത്തത്തിൽ ലങ്സ് കൊളാപ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷറാണ്. നമ്മൾ എക്സൈൽ മൊത്തത്തിൽ എക്സൈൽ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റിങ്സാണ് ആ പറയുന്ന പീപ്പ്. പിന്നെ ഈ പറയുന്ന റേറ്റാണ് റെസ്പിറ്റോറി റേറ്റ്, അതായത് നമുക്ക് എത്ര ബ്രത്ത് ഒരു മിനിറ്റിൽ എടുക്കണം എന്നുള്ളതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റിങ്സ്. അപ്പോൾ നമ്മൾ 16 സെറ്റ് ചെയ്താൽ നമ്മൾ 16 പ്രാവശ്യം ഈ പറയുന്ന മെഷീൻ നമ്മൾ ബ്രത്ത് ഡെലിവർ ചെയ്യും. ഓക്കെ, ഈ പറയുന്നത് ടൈറ്റിൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രത്തിൽ എത്ര വോളിയം എയർ, അതായത് ഇപ്പോൾ നമ്മൾ ഈ 16 ബ്രത്ത് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 16 ബ്രത്ത് എത്ര എമൗണ്ട് എത്ര വോളിയം എയർ കൊടുക്കണം എന്ന സെറ്റിങ്സാണ് ഈ കാണുന്ന സെറ്റിങ്സ്. അപ്പം ഈ നമ്മുടെ ഐഡിയൽ ബോഡി വെയ്റ്റ് 7 kg/kg ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു 100 കിലോ ഉള്ള ആളാണെങ്കിൽ ആ പുള്ളിക്ക് 700 ml ആണ് ടൈറ്റിൽ വോളിയം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ 500 എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവരും 80-80 കിലോ ഒക്കെ ആണെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു റെഗുലർ സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് പീക്ക് പ്രഷർ, റെസ്പിറ്റോറി റേറ്റ്, O2 സാച്ചുറേഷൻ, ഇനമിൻ വോളിയം, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മുടെ പേഷ്യൻ്റ് റീഡിങ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഇത് പേഷ്യൻ്റ് റീഡിങ്ങുമാണ് ഈ കാണുന്നത്. പിന്നെ വേറൊരു മോഡെന്ന് പറയുന്നത് ഉള്ളതാണ് CPAP മോഡ്. അതായത് ഇത് നമ്മൾ മെഷീൻ ഒന്നും ചെയ്യത്തില്ല, റൈറ്റ്? സെറ്റിംഗ് 15 ആക്കിയത്. ഓക്കെ, ഇതിൽ മെഷീൻ ബ്രത്ത് ഒന്നും കൊടുക്കുന്നില്ല. കണ്ടോ, ഇതിപ്പോൾ നോക്കി, ഇതിനകത്ത് മെഷീൻ ഒന്നും ബ്രത്ത് കൊടുക്കുന്നില്ല. കാരണം ഇത് നമ്മളെ അസിസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ട്രിഗർ ചെയ്ത് കൊടുക്കുമ്പോൾ മെഷീൻ ബ്രത്ത് തരുന്നുണ്ടോ. അപ്പോൾ ഇത് അതിനുള്ള മോഡാണ്. അതായത് നമ്മൾ ഏകദേശം നമ്മൾ വേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മളിപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സെഡേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തന്നെ വേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ബെറ്റർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തന്നെ ബ്രീത്ത് ചെയ്യുമെന്നുള്ള സ്ഥിതി എത്തുമ്പോൾ നമ്മൾ ഈ മോഡിലേക്ക് മാറ്റും. ഈ മോഡിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ അന്നേരം നമുക്ക് തന്നെ ബ്രീത്ത് ആവും. അപ്പം മെഷീൻ നമുക്കൊരു പുഷ് തരും. നമ്മൾ ഈ ട്യൂബ് നമ്മൾ വായിൽ വെച്ചേക്കുവാണല്ലോ, നമ്മുടെ ഐസോഫാഗസ് വഴി വെച്ചേക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഷീൻ പുഷ് തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീനിങ് മോഡെന്ന് പറയും. ഞാൻ തിരിച്ച് അതിലേക്ക് മറ്റേ പഴയ മോഡിലേക്ക് വിടുവാണ്. അപ്പം CPAP മോഡെന്ന് വെച്ചാൽ വീനിങ് മോഡാണ്. ആ മോഡിലാണ് നമ്മൾ പേഷ്യൻ്റ് ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ പേഷ്യൻ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ റെഡിയായോ, അതായത് ഈ പറയുന്ന വെൻറ്റിലേറ്ററിൽ നിന്ന് ഊരാൻ പേഷ്യൻ്റ് റെഡിയായോ എന്ന് നോക്കുന്ന ഒരു മോഡാണ് ഈ പറയുന്ന CPAP സ്പോണ്ടേനിയസ് മോഡ് എന്ന് പറയുന്നത്. വോളിയം കൺട്രോൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി കൺട്രോൾഡ് മെഷീൻ, ടോട്ടൽ കൺട്രോൾ എടുത്തിട്ടുള്ള മോഡാണ് ഈ പറയുന്ന വോളിയം കൺട്രോൾ മോഡ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ, എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഫുൾ പേഷ്യൻ്റെ ഒരു യൂണിറ്റിൽ കൊണ്ടുപോയിട്ട് എന്താ പറയുക, ഒരു ICU യൂണിറ്റിൽ പോയി എനിക്ക് ഈ മെഷീൻ കാണിച്ചു തരുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം അത് HIPAA വയലേഷനാണ്. ഞാനൊരു പേഷ്യൻറ്റിനെ അടുത്ത് പോയി വീഡിയോ എടുക്കുക എന്നുള്ളത് അത് HIPAA വയലേഷനാണ്. എൻ്റെ ജോലി പോകുന്ന കേസാണ്. സോ അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് സ്റ്റോർ റൂമിൽ വെച്ച് ഇത് നിങ്ങൾ ലങ്സ് ആണെന്ന് കരുതിക്കോ, ഇത് നമ്മുടെ ഹ്യൂമൻ ലങ്സ് ആണെന്ന് കരുതിക്കോ. അതിന് ഏകദേശം സിമിലാരിറ്റി ഉള്ള റബ്ബർ കൊണ്ടുണ്ടാക്കിയ പീസാണ് ഈ കാണുന്നത്. അപ്പം അതിൻ്റെ നമ്മുടെ ലങ്സിൻ്റെ കംപ്ലൈൻസും കാര്യങ്ങളാണ് ഈ കാണുന്ന സംഭവം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓക്സിജൻ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ട്യൂബ് ശരിക്കും എയറിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഷോറൂം ആയതുകൊണ്ടാണ്, ഇല്ല നമ്മൾ പേഷ്യൻ്റ് ICU ആണെങ്കിൽ നമുക്ക് ഇത് 2 വാളിലേക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ഷൻ ICU റൂമിലുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇവിടെ കംപ്രസറുണ്ട് മെഷീൻ, അതുകൊണ്ട് ഇതിന് എയർ കണക്ട് ചെയ്തില്ലെങ്കിലും ഈ മെഷീൻ വർക്ക് ചെയ്യും. അപ്പം അതാണ് സംഭവം. പിന്നെ ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദ ലൈൻ മെഷീനാണ്. ഇത് ഏകദേശം ഇതിൻ്റെ ബ്രാൻഡ് ന്യൂവിന് ഒരു $45,000 to $50,000 ഈ കാണുന്ന മെഷീന് വില വരുന്നത്. പിന്നെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബേസിക് ടച്ച് സ്ക്രീൻ. ഞാനിപ്പോൾ പറയുന്ന എല്ലാം ബേസിക് കാര്യങ്ങളാണ്, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടാതെ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് വേറെ റേഷ്യോ എന്ന് പറഞ്ഞ സംഭവങ്ങളും വേറെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ വെറുതെ ഞാനൊരു വീഡിയോയിൽ വെച്ച് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു ബേസിക് വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ. എന്താ പറയുക, ഭയങ്കര പല ടൈപ്പിലുള്ള. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ കാണുന്നത് മാത്രമല്ല വെന്റിലേറ്റർ, പല ടൈപ്പിലും പല രൂപത്തിലും പല വിലയിലും പല സൈസിലുമുള്ള വെന്റിലേറ്റർ മെഷീൻ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ അനുസരിച്ചിരിക്കും. പല രീതിയിൽ അവർ നാട്ടിലുള്ള പല ഹോസ്പിറ്റലിലും പല മെഷീൻ ആയിരിക്കും. പക്ഷേ എല്ലാ മെഷീനും ബേസിക് പ്രിൻസിപ്പിൾ, വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ സെയിം ആയിരിക്കും.
നമ്മൾ സെറ്റിങ്സ്, ബേസിക് സെറ്റിങ്സ് ഇതായിരിക്കും. നമ്മൾ എന്ത് സെറ്റിങ്സ് കൊടുത്തോ അതായിരിക്കും ഇവിടെ ഡെലിവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അലാം സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റ് നമ്മുടെ ട്യൂബിൽ നിന്ന് വിട്ടുപോയിരിക്കട്ടെ, ലെസ്റ്റേജ് ഞാനിപ്പോൾ പേഷ്യൻ്റ് വിട്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അലാം അടിക്കുന്നുണ്ട്. അപ്പോൾ പേഷ്യൻ്റിനെ ഊരിപ്പോയെന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ നമ്മളത് നമ്മളിപ്പോൾ പേഷ്യൻ്റ് കോഫി അല്ലെങ്കിൽ പേഷ്യൻറ്റിന് നമ്മൾ സെക്രീഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് അലാം വരും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അലാം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റിങ്സ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് അലാം സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മുടെ കൂട്ടിയിട്ടേക്കാം. അപ്പോൾ ഞാൻ ആ അലാം സെറ്റ് ചെയ്തതിനനുസരിച്ച് ഇവിടെ നേരത്തെ വന്ന അലാം പോയി. പിന്നെ ഈ വെന്റിലേറ്ററിൽ നമുക്ക് പല മോഡുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന വയ്ക്കുന്നത്, റൈറ്റ്. അപ്പോൾ ഇനി ഇത് കൂടാതെ നമുക്ക് ഞാൻ പറഞ്ഞ ബേസിക് 4 സെറ്റിങ്സ് അല്ലാതെ ഇൻസ്പെക്ടോറി ടൈമുണ്ട്, പോസ്, ഇൻസ്പെക്ടോറി റൈസ്, ട്രിഗർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. അതൊന്നും നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്നാലും ഇതിനകത്തുള്ള അതായത് ഈ വെന്റിലേറ്റർ നമുക്ക് മോഡ്, അതായത് ആദ്യമേ തന്നെ പറയട്ടെ, ഈ വെന്റിലേറ്ററിൽ നമുക്ക് കുഞ്ഞു പിള്ളേർക്കും യൂസ് ചെയ്യാൻ പറ്റും, വലിയ അഡൾട്ടിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻവേസീവ് എന്ന് വെച്ചാൽ നമ്മൾ ട്യൂബ് വഴിയും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാസ്ക് വെച്ചിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പം ഇനി ഇതിൻ്റെ അകത്തുള്ള മോഡുകൾ എന്ന് പറഞ്ഞാൽ പല പല രീതിയിൽ ബ്രത്ത് വരുന്ന മോഡുകളാണ് ഈ കാണുന്നത്. ഇതിൽ വോളിയം കൺട്രോൾ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത ആ സെറ്റിങ്സ്, വോളിയം കൺട്രോൾ. പിന്നെ ഉള്ളത് പ്രഷർ കൺട്രോൾ, അതായത് പ്രഷർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. പിന്നെ PRVC എന്ന് പറയും. PRVC എന്ന് പറഞ്ഞാൽ പ്രഷർ റെഗുലേറ്റർ വോളിയം കൺട്രോൾ. അപ്പോൾ ഇത് പ്രഷർ റെഗുലേറ്റ് ചെയ്തിട്ടുള്ള ഈ വോളിയം കൺട്രോൾ മോഡാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തു പ്രഷർ സപ്പോർട്ട്, CPAP, അതായത് ജസ്റ്റ് സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ, നമ്മൾ പേഷ്യൻ്റ് തന്നെ എല്ലാം ചെയ്യണം. പിന്നെ ഉള്ളത് വോളിയം സപ്പോർട്ട്, ഈ പ്രഷർ സപ്പോർട്ടിന് പകരം വോളിയം സപ്പോർട്ടാണ്. പിന്നെ ഉള്ളത് SIMV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകുതി ബ്രത്ത് മെഷീനും കൊടുക്കും, പകുതി ബ്രത്ത് നമ്മൾ എടുക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ അതായത് മിക്സ് ആൻഡ്, അതായത് ഇപ്പോൾ ഇത് ഫുൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ 2 സെറ്റിങ്സ് മെഷീൻ കംപ്ലീറ്റ്ലി നമ്മൾ കൺട്രോൾ ചെയ്യും. ഈ പറയുന്നത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. ഇത് പപ്പാതി, അതായത് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ താൻ പാതി പകുതി വെന്റിലേറ്റർ. അപ്പോൾ അതാണ് ഈ സെറ്റിങ്സ് ഈ കാണുന്നതും. അതുപോലെ തന്നെ പ്രഷർ കൺട്രോൾ ആയിട്ടുള്ളതും ഇത് PRVC, ഇതിൻ്റെ തന്നെ SIMVയുടെ സൈമൾട്ടേനിയസ് മോഡാണ്. അപ്പം ഇൻ്റർമീഡിയറ്റ് മെക്കാനിക്കൽ എനിവേ, അപ്പോൾ ആ മോഡിൻ്റെ അതായത് പല പല വേർഷൻസാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഞാൻ പറഞ്ഞു ആദ്യമേ കാണിച്ചു തന്ന പോലെ നമുക്ക് അലാം സെറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നെബുലൈസർ ഈ വഴി കൊടുക്കാനുള്ള നെബുലൈസർ നമുക്ക് വെൻറ്റ് വഴി നമുക്കിവിടെ നെബുലൈസർ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇൻസ്പെക്ടോറി വഴി നെബുലൈസർ കൊടുക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്നുകൊണ്ട് ഇത് ഏകദേശം ഒരു ടോപ്പ് ഓഫ് ദ നോച്ച് വെൻറ്റിലേറ്ററാണ്. അപ്പം ഇതൊക്കെ നമുക്ക് നാട്ടിൽ ഇപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും മിംസിലും എയിംസിലും ഒക്കെ കാണുമായിരിക്കാം. ഇതിനേക്കാളും നല്ല ഇതിപ്പോൾ ഏകദേശം ഒരു 10-12 കൊല്ലം പഴക്കമുള്ള വെന്റിലേറ്ററാണ്. ഇതിനേക്കാളും നല്ല പുതിയ വേർഷൻസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ഫീച്ചേഴ്സുള്ള വെന്റിലേറ്ററൊക്കെ നാട്ടിൽ കാണും. അപ്പം ഇതാണ് ബേസിക് ഒരു വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ഒരു വെന്റിലേറ്റർ. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ബേസിക് വെന്റിലേറ്റർ. പിന്നെ ഇത് ഹ്യൂമിഡിഫിക്കേഷൻ കൊടുക്കാനുള്ള ഒരു ഹീറ്ററാണ്. നമ്മളത് ബേബീസിനാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളത് ബൈപ്പാസ് ചെയ്ത് ജസ്റ്റ് ഡയറക്റ്റ് എക്സ്പെക്ടോറി പോർട്ടിൽ നിന്ന് നേരെ വന്ന് ഇങ്ങനെ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇത് പറയുന്നത് ആംബു ബാഗ് എന്ന് പറയും. ആംബു എന്ന് പറയുന്നത് കമ്പനിയാണ്. അപ്പം ഇതിനെ മാനുവൽ റെസിസ്റ്റേറ്റർ എന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു മാസ്ക് വരുന്നുണ്ട്. സോ ഈ മാസ്ക് വെച്ച് മാനുവലി നമ്മൾ പേഷ്യൻറ്റിനെ പേഷ്യൻറ്റിൻ്റെ മുഖം തിരിച്ചു നമ്മൾ മുഖത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ മാനുവലി ബ്രത്ത് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ ഓക്സിജനിലേക്ക് കണക്ട് ചെയ്യും. മാനുവലി ബ്രത്ത് കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ടൊക്കെ ചെയ്യാൻ നേരത്താണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഇനിയിപ്പോൾ ET ട്യൂബ് കണക്ട് ചെയ്യണമെങ്കിൽ ET ട്യൂബ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ബാഗ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വെന്റിലേറ്ററിലുള്ള പേഷ്യൻറ്റിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം
നാട്ടിലൊക്കെ ആണെങ്കിലും ഒരു പേഷ്യൻറ്റിനെ വേറെ റൂമിലേക്കോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ജസ്റ്റ് എന്താ പറയുക റൂമിൽ നിന്ന് വണ്ടിയിലേക്ക് ICU ഇതിലേക്ക് കയറുന്നതിന് വരെ നമ്മൾ ഈ ബാഗ് വെച്ച് യൂസ് ചെയ്ത് നമ്മളിവിടെ എയർ കൊടുക്കും. ഓക്കെ, അപ്പം അല്ലെങ്കിൽ പോർട്ടബിൾ വെന്റിലേറ്റർ ഉണ്ട്, ചെറിയ വെന്റിലേറ്റർ, അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പോർട്ടബിൾ വെന്റിലേറ്റർ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഈ ഇരിക്കുന്നതാണ് പോർട്ടബിൾ വെന്റിലേറ്റർ. കണ്ടോ, ഇതാണ് ചെറിയ വെന്റിലേറ്റർ. ഇതിനകത്ത് സെറ്റിങ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിൻ്റെ പുറകിൽ ഓക്സിജൻ ടാങ്ക് ഇരിക്കുന്നു. നമ്മൾ ഓക്സിജൻ ടാങ്ക് ഇട്ട് ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സർക്യൂട്ടൊക്കെ പിടിപ്പിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. ബാറ്ററി കറണ്ട് പോയാലും നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ് സംഭവം. അപ്പോൾ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഇതാണ് ബേസിക് വെന്റിലേറ്റർ. ഓക്കെ, പിന്നെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ എന്താ പറയുക ഇതിൻ്റെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നത് സെർവോയിൻ്റെ വെന്റിലേറ്ററാണ്, മെക്കയുടെ വെന്റിലേറ്ററാണ്. ഇത് നമ്മൾ GE എന്ന് പറയുന്ന കമ്പനിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജനറൽ ഇലക്ട്രിക്കിൻ്റെ കമ്പനിയാണ്. അതിൻ്റെ ഒരു വെന്റിലേറ്ററാണ് ഈ കാണുന്നത്. ഇത് ഇച്ചിരി ബൾക്കി ആയിട്ടുള്ള വെന്റിലേറ്ററാണ്. പക്ഷേ ഇതിനകത്ത് കംപ്രസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് നമ്മളിപ്പോൾ ഒരു വ്യത്യാസം മെയിനായിട്ട് കാണുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു ഹീറ്റർ യൂസ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ ഹ്യൂമിഡിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റർ യൂസ് ചെയ്തേക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇത് GEയുടെ വെന്റിലേറ്ററാണ്. അതുപോലെ തന്നെ വേറൊരു വെന്റിലേറ്ററാണ് ഈ കാണുന്നത്, അവിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വെന്റിലേറ്ററാണ്. അപ്പം ഇതിലും നമ്മൾ ഹീറ്റർ യൂസ് ചെയ്തേക്കുന്നത് കാണാം. അത് ഹോസ്പിറ്റലിനനുസരിച്ചാണ് നമ്മൾ അവരുടെ ആക്റ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് യൂസ് ചെയ്യണം എന്നനുസരിച്ചാണ്. അതുപോലെ തന്നെ ഈ സർക്യൂട്ടിന് വ്യത്യാസം നിങ്ങൾക്കറിയാം, ഇത് വെള്ളയും നീലയും ചേർന്നതാണ്, മറ്റേത് നീല മാത്രമായിരുന്നു. അപ്പം ഇതിനകത്ത് എക്സ്പിറ്റോറി, ഇൻസ്പിറ്റോറി, ലിംബും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നീല കാണുന്നതാണ് ഇൻസ്പിറ്റോറി, വെള്ള കാണുന്നതാണ് എക്സ്പിറ്റോറി. അപ്പം ഈ പറഞ്ഞ മാതിരി ഇതാണ് വേറൊരു ടൈപ്പ് വെന്റിലേറ്റർ. പിന്നെ ആദ്യം കണ്ട ചെറിയ വെന്റിലേറ്ററാണ്, അതായത് സെർവോ എന്ന് പറയുന്ന വെന്റിലേറ്ററാണ് മുമ്പേ കാണിച്ചത്. ആ വെന്റിലേറ്ററാണ് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഫൈ എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ സെയിം ആണ് പ്രിറ്റി മച്ച്. എന്താ പറയുക, സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന മോഡുകളും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും ബേസിക്കലി വെന്റ് വർക്ക് ചെയ്യുന്നത് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഞാനൊന്ന് ഓൺ ചെയ്ത് സംഭവം കാണിച്ചു തരാം. ഇപ്പം അതുപോലെ ഓണായിട്ട് വന്നു ഇപ്പോൾ ഇത് അഡൽട്ട് പേഷ്യൻ്റ് ആണ്, നിയോ ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സൈസ് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ പ്രഷർ പല മോഡുകൾ, ഞാൻ മറ്റേ വെന്റിലേറ്റർ പറഞ്ഞ മാതിരി വോളിയം മോഡ്, വോളിയം SIMV, വോളിയം AC എന്ന് പറയുന്ന മോഡുകളും PRVC വേറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മോഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ CPAP-ലാണ് ഇരിക്കുന്നത്. വോളിയം കൺട്രോൾ, മോഡ് അക്സെപ്റ്റ്. അപ്പം ആക്ടിവേറ്റ് ചെയ്യുക. ഇങ്ങനെ പല സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മോഡ് മാറ്റി വേറൊരു മോഡിലേക്ക് മാറ്റി, വോളിയം AC എന്ന് പറയുന്ന മോഡിലേക്ക് മാറ്റി, CPAP-ന്ന് മാറ്റി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഇതനുസരിച്ച് നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഈ കവർ തുറന്ന് ഇതൊരു ടെസ്റ്റിലങ്ങ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാണിച്ച് തരാൻ പോവാം. നമ്മൾ ലങ്ങിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത സെറ്റിങ്സ് അനുസരിച്ച് നമ്മുടെ ലങ്സ് വർക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ ലങ്സ് അത് കരുതിക്കോ, നമ്മുടെ ലങ്സിൽ എയർ നിറയുന്നതാണ്. നമ്മൾ ട്രിഗർ ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന സെറ്റിങ്സ് അനുസരിച്ച് ഇത് നമ്മൾ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇതിനകത്ത് ഗ്രാഫിക്കലായിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മുടെ എയർവേ പ്രഷർ, ഫ്ലോ, ടൈറ്റിൽ വോളിയം എന്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രാഫിക്കലി കാര്യങ്ങൾ കൊടുക്കും. അതുപോലെ അലാം അടിക്കും, പല കാര്യങ്ങളും. ഇപ്പോൾ റെഗുലർ വേണ്ട മെയിൻ സെറ്റിങ്സ് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ നാട്ടിലെ ഹോസ്പിറ്റലിൽ ഒരു പക്ഷേ ഇതുപോലത്തെ മെഷീൻ കാണാൻ ചാൻസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി ചീപ്പായിട്ടുള്ള മെഷീനാണ്, ചീപ്പർ മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിലത്തെ ഹോസ്പിറ്റലിൽ ഇത് കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ മൂവീസിലൊക്കെ ഉണ്ടാക്കുന്ന ഏകദേശം ഈ ടൈപ്പ് കളറും ഇങ്ങനത്തെ ഉള്ള വെന്റിലേറ്ററാണ്. ഇത് നല്ല വെന്റിലേറ്ററാണ്, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അതാണ് നമ്മുടെ അവിയയുടെ വെന്റിലേറ്റർ. അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ജിയുടെ വെന്റിലേറ്ററാണ്. അപ്പം ജിയുടെ കെയർസ്കേപ്പ് R860 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വെന്റിലേറ്ററിൻ്റെ ടേൺ ഓൺ സ്വിച്ച് എവിടെയാണ്. കാരണം നിങ്ങളെ വെന്റിലേറ്ററിൻ്റെ പുറമേ ഇപ്പോൾ നല്ല കണ്ടിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ ഈ മെയിൻ ടേൺ ഓൺ സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ആരും വന്ന് ടേൺ ഓഫ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം ഇത് ഓൺ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് മെഷീൻ ടേൺ ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ബാക്കിൽ ടേൺ ഓൺ ചെയ്താലും ഇത് ഇവിടെ പല എന്താ പറയുക ബട്ടൺസ് ഉണ്ട്. അതിൽ ടേൺ ഓൺ ചെയ്തെങ്കിൽ ആവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മെഷീൻ വർക്ക് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഇതിൽ ഏത് ബട്ടൺ ഞെക്കിയാലും 2 പ്രാവശ്യം കൺഫേം ചെയ്യാതെ മെഷീൻ സ്റ്റാൻഡ് ബൈ ആവത്തില്ല. അപ്പം അതുകൊണ്ടാണ് മറ്റേ മെയിൻ ഷട്ട് ഓഫ് സ്വിച്ച് പുറകിൽ വെച്ചേക്കുന്നത്. ആരും പോയി അത് ഓഫ് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മെയിൻ എന്താ പറയുക ഒരു ഷട്ട് ഓഫ് ഫീച്ചർ ഒന്ന് ബാക്കിൽ വെക്കാനുള്ള കാരണം അതാണ്. അപ്പം അവിയനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ബെറ്റർ വെന്റിലേറ്ററാണ്. സോ അതുകൊണ്ടാണ് ഈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ പല വെന്റിലേറ്ററും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് കുറച്ചുകൂടെ കളർ വെന്റിലേറ്ററാണ്. നമ്മൾ സെർവോയിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ എന്താ പറയുക കളർ വെന്റിലേറ്ററാണ്. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് എയർ അനുവദിച്ച് സപ്ലൈ ലോ ആയിട്ട് കാണിക്കുന്നു. അതുകൊണ്ടാണ് സംഭവം. ഇതിനകത്ത് എയർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സാധനം ബലൂൺ കുരുക്കാതെ. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറയിൽ എയറും O2 ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് സ്റ്റോർ റൂമിലാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ വെന്റിലേറ്റർ കാണിക്കുന്നത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് കാണുന്ന സെറ്റിങ്സ് നമ്മൾ നേരത്തെ സെറ്റിങ്സ് ഇത് വോളിയം കൺട്രോൾ, അസിസ്റ്റ് കൺട്രോൾ എന്ന മോഡലും 50% ഓക്സിജനും 500 ടൈറ്റർ വോളിയം, റേറ്റ് 10 പിന്നെ പീപ്പ് ഓഫാണ്. ഇത് ജസ്റ്റ് ജനറൽ സെറ്റിങ്സ് ആണ് ഇതിൻ്റെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വെന്റിലേറ്റർ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കാണിച്ചേക്കുന്നത്. അപ്പം ഇതിനും നമ്മൾ പറഞ്ഞ പോലെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ജിയുടെ കെയർസ്കേപ്പ് R860 എന്ന് പറഞ്ഞിട്ടുള്ള വെന്റിലേറ്ററാണ്. അത് നമ്മൾ സ്റ്റാൻഡ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യണം. എങ്കിലാണ് 2 പ്രാവശ്യം കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഈ വെന്റിലേറ്ററെ കുറിച്ച് അറിയാത്തവർക്ക് ഇതെങ്ങനെയാണ് സെറ്റ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലും ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ബാക്കിലാണ് ടേൺ ചെയ്ത് നമ്മൾ ടേൺ. അപ്പോൾ ഇതാണ് വെന്റിലേറ്റർ ഇതേക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിൽ ഇഷ്ടംപോലെ വെന്റിലേറ്റർ ഇരിക്കുന്നതാണ്. പല 2 മോഡൽ ആ വെന്റിലേറ്ററാണ് ഈ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. മറ്റേ വേറെ ഹോസ്പിറ്റൽ നേരത്തെ കാണിച്ച വെന്റിലേറ്റർ വേറെ ഹോസ്പിറ്റലിലാണ്. അപ്പം അത് സെർവോവായി. അവിടെ മൊത്തം സെർവോയുടെ ഫ്ലീറ്റാണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? ഒരു കിടക്കാച്ചി വീഡിയോ അല്ലായിരുന്നു. എല്ലാവർക്കും നല്ല ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. ഇപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വരും. ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ബൈപ്പാപ്പിൻ്റെ വീഡിയോ ചെയ്യണം. അതായത് നോൺ ഇൻവേസീവ് മാസ്ക് വെച്ചിട്ടുള്ള ബൈപ്പാപ്പിൻ്റെ വീഡിയോ. അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ വരും. അപ്പം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഈ സ്നേഹമാണ് എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഈവൻ ജോലിയിൽ നിന്ന് വീഡിയോ എടുക്കുന്ന എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പം എനിവേ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.